പ്രിയമുള്ളവരെ, ഇനി നമുക്ക് PSC പരീക്ഷ എന്ന കടമ്പ കടക്കാൻ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഒന്നാമത് ക്രിയേറ്റ് എ സ്റ്റഡി ഷെഡ്യൂൾ. കൃത്യമായിട്ട് ഒരു സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടാക്കണം, ഒരു ടൈം ടേബിൾ. ഡിസൈൻ എ ഡെയിലി ടൈം ടേബിൾ ദാറ്റ് അലൊക്കേറ്റ് സ്പെസിഫിക് ടൈം ബ്ലോക്സ് ഫോർ ഡിഫറെന്റ് സബ്ജക്ട്സ്, ബാലൻസിങ് യുവർ സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയാസ്. നമ്മുടെ സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയാസ്, അതായത് നമുക്ക് ചില കാര്യങ്ങൾ ചിലത് വളരെ നന്നായിട്ട് ഈസി ആയിട്ട് നമുക്ക് അറിയാവുന്നതും മനസ്സിലാക്കാൻ പറ്റുന്നതും ആവും. ചിലത് പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റാതുണ്ടാവും. ചില വീക്ക് ഏരിയാസ് ഉണ്ടാവും, ഹാർഡ് സ്പോട്ടുകൾ. ഇതൊക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ വിവിധ വിഷയങ്ങൾക്ക് നിശ്ചിത സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു ഡെയിലി ടൈം ടേബിൾ നമ്മൾ തയ്യാറാക്കണം ആദ്യം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കണം. ഇത് നമ്മുടെ സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് വ്യത്യസ്തമായ വിഷയങ്ങൾക്ക് കൃത്യമായ ടൈം നിശ്ചയിച്ചുകൊണ്ടുള്ള ഡെയിലി ടൈം ടേബിൾ ആദ്യമായിട്ട് അതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സെറ്റ് റിയലിസ്റ്റിക് ടാർഗറ്റ്സ്. കൃത്യമായിട്ട് യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ചില ടാർഗറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. എസ്റ്റാബ്ലിഷ് വീക്ക്ലി ആൻഡ് മന്ത്ലി ഗോൾസ് ടു കവർ സ്പെസിഫിക് പാർട്സ് ഓഫ് ദ സിലബസ്, എൻഷുറിംഗ് സ്റ്റഡി പ്രോഗ്രസ് ടുവേർഡ്സ് ദ എക്സാം. എക്സാമ് നമ്മൾ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് നമ്മളെല്ലാം എക്യുപ്പെടാവുന്ന രീതിയിൽ അത് ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വീക്ക്ലി ആൻഡ് മന്ത്ലി ഗോൾസ് നിശ്ചയിക്കണം. ഒരാഴ്ചയുടെ ലക്ഷ്യം, അതുപോലത്തെ ഒരു മാസത്തെ ലക്ഷ്യം നമ്മൾ നിശ്ചയിക്കണം. ടു കവർ സ്പെസിഫിക് പാർട്സ് ഓഫ് ദ സിലബസ്. സിലബസിന്റെ പ്രധാനപ്പെട്ട ആവശ്യമുള്ള ഭാഗങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം വീക്ക്ലി ആൻഡ് മന്ത്ലി ഗോൾസ് നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. മൂന്നാമത്തെ പ്രധാന കാര്യം, ഡിവൈഡ് ദ സിലബസ്. നമ്മൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ചർച്ചയിൽ പറഞ്ഞാണ് സിലബസ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതൊന്നുകൂടി വ്യക്തമായിട്ട് പറയാണ്. ബ്രേക്ക് ഡൗൺ ദ വാസ്റ്റ് സിലബസ് ഇൻ ടു സ്മോളർ മാനേജബിൾ സെക്ഷൻസ് ടു മേക്ക് ദ പ്രിപ്പറേഷൻ പ്രോസസ് സിസ്റ്റമാറ്റിക് ആൻഡ് ലെസ് ഓവർവെമിങ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് അവരുടെ മുമ്പിലുള്ളത്. നമ്മൾ ബേജാറാവണ്ട. അതിനെ നമ്മൾ ചെറിയ ചെറിയ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസ് ആയിട്ട് ചെറിയ പോർഷൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, അതിനെ ബ്രേക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് അത് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ വാസ്റ്റ് സിലബസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. സ്മോൾ പീസസ് ആയിട്ട്, സ്മോൾ പോർഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമുക്ക് വളരെയധികം ഒരു ആത്മവിശ്വാസം വരും. ഒരു വലിയൊരു ഓവർ വെമിങ് ആയിട്ട് തോന്നൂല. അപ്പം പിന്നെ നമുക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നൂല. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഈ 3 പോയിന്റ്സുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ദൈവം സഹായിച്ചാൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. കാരണം നമ്മൾ സിലബസിനെ നമ്മൾ സ്മോൾ പാർട്സ് ആയിട്ട്, പോർഷൻസ് ആയിട്ട് മാറ്റം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഒരു പോർഷൻ മാത്രമേ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുള്ളൂ. ഒരു 3 മിനിറ്റ് ടൈം മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ബോറടിക്കാൻ പാടില്ലല്ലോ. അപ്പം ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്.